എൻ്റെ പേര് ഷാജിറ മനാഫാണ്. ഞാൻ കഴിഞ്ഞ 10-30 വർഷക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ജന്മസ്ഥലം വെളിയങ്കോട് പഞ്ചായത്തിലെ എരമംഗലം, അതുപോലെ വിവാഹം കഴിച്ചു പോയിട്ടുള്ളത് വെളിയങ്കോടാണ്. ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഒരു ഇടതുപക്ഷ രൂപത്തിലുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു പോയപ്പോൾ അവിടെയും ഇടതുപക്ഷത്തുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ഞാൻ എത്തിച്ചേർന്നത്. ആ കാലഘട്ടത്തിൽ ഒരു 22-23 വയസ്സാവുമ്പോൾ തന്നെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്തേക്ക് വരികയും 1995 തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയായി രംഗത്ത് വരികയാണ് ഉണ്ടായത്. അന്ന് വെളിയങ്കോട് പഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിന്നാണ് ഞാൻ ജനപ്രതിനിധിയായി വന്നത്. തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു ആ വാർഡ്. ആ വാർഡിനകത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി ആ സമയത്ത് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം 2000-2005 കാലഘട്ടത്തിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി 2-ാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിച്ച് വിജയിക്കുകയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കകത്ത് ഒട്ടേറെ വികസന നേട്ടങ്ങൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പല വികസന പദ്ധതികളും ആ കാലഘട്ടത്തിലാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. തുടർച്ചയായി 45 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചൊരു പഞ്ചായത്തിനകത്ത് നമുക്കറിയാലോ, ജനകീയാസൂത്രണ പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് നമ്മുടെ പഞ്ചായത്തുകൾക്ക് കേരള ബഡ്ജറ്റിന്റെ 45% വരുന്ന തുക ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മുൻകാലഘട്ടങ്ങളിൽ പഞ്ചായത്തിൽ ലഭ്യമാകുന്ന നികുതി വരുമാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ കാലഘട്ടങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ ജനകീയാസൂത്രണ പദ്ധതി വന്നതിന് ശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ പഞ്ചായത്തിനകത്ത് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2-ാം വാർഡിനകത്ത് പുറമ്പോക്കിൽ താമസിച്ചിരുന്ന ഏകദേശം 10-20 കുടുംബങ്ങളെ പഞ്ചായത്ത് തന്നെ പ്രോജക്റ്റ് തയ്യാറാക്കി പുനരധിവസിപ്പിച്ച് അവർക്കൊരു കോളനി ഒരു പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ നൽകി. കൂടാതെ വീണ്ടും ഭരണസമിതി വന്ന സമയത്ത് അവർക്ക് ആവശ്യമായ വീടിനുള്ള സൗകര്യങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിനു മുന്നേ തന്നെ ഒരു 16-ാം കോളനി എന്നുള്ളൊരു കോളനി അവിടെ 1-ാം വാർഡിനകത്തും LDFന്റെ ഭരണസമിതി ഉള്ള സമയത്ത് തന്നെയാണ് ഏകദേശം 16 കുടുംബങ്ങളെ അങ്ങോട്ട് ഇതേപോലെയുള്ള അവസ്ഥയിൽ ജീവിച്ചിരുന്ന നിരാലംബരായ ആളുകളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം ആ കാലത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആയുർവേദ ആശുപത്രി, ഹോമിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ അലോപ്പതിയുടെ ആശുപത്രി ബിൽഡിങ്, NHMയുമായും സഹകരിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പുനർനിർമ്മാണം ആ സമയത്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. പാറഞ്ചേരി പഞ്ചായത്തിനെയും വെളിയങ്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചങ്ങാടം പാലം പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് സിൽക്കുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പദ്ധതി അന്ന് നടപ്പിലാക്കിയത്. അങ്ങനെ ഒട്ടേറെ കാണിക്കാൻ കഴിയുന്ന വികസന പദ്ധതികളാണ് ആ കാലഘട്ടത്തിൽ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടാതെ ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22ഓളം കുടിവെള്ള പദ്ധതികൾ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ 2000-2005 കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്ന ഭരണസമിതിയുടെ സമയത്താണ് നേരത്തെ ഞാൻ പറഞ്ഞ ആയുർവേദ ആശുപത്രി വെളിയങ്കോട് മഹല്ലുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്ത് ഒരു ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടാണ് മഹലിന്റെ കീഴിൽ നിന്നും 5 സെന്റ് സ്ഥലം നമുക്ക് ലഭ്യമാവുകയും അവിടെ നല്ല രീതിയിലുള്ള ഒരു ആയുർവേദ ആശുപത്രി അവിടെ പണിയുകയും ചെയ്തിട്ടുണ്ട്. ജനനന്മയ്ക്ക് ഉപയോഗമാവുന്ന രീതിയിലുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കകത്തും ഒട്ടേറെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത്. കൂടാതെ പിന്നീട് ഞാൻ ബ്ലോക്ക് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. വെളിയങ്കോട് ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിച്ചത്. ആ സമയത്ത് ആ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ
വെളിയങ്കോട് അങ്ങാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു ഡിവിഷനിലുള്ള മറ്റു വാർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിനകത്തുണ്ടായിരുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് ആ ഭരണസമിതി വന്നത്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിനകത്തേക്ക് കൊണ്ടുവരാനും ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെ MLA-മാരുടെ ഫണ്ടും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ കാലങ്ങളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വാർഡിനകത്ത് നടപ്പിലാക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 16 വർഷമായി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് UDFന്റെ നേതൃത്വത്തിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ചെയ്തിട്ടുള്ള അതിന്റെ മുൻകാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ പിറകോട്ടടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ആ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സദ്ഗമയ എന്ന് പറഞ്ഞ ഒരു ഹോമിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഒഴികെ വേറെ ഒരു ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും അവിടെ നടന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഗവൺമെന്റ് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ഭരണസമിതികൾക്കും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും. പക്ഷെ അത് മാത്രമല്ല ഒരു പഞ്ചായത്തിന്റെ ചുമതല. പുറത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന പല രീതിയിലുള്ള ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ വികസനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ ചുമതല. അനിവാര്യ ചുമതലകളായ പല കാര്യങ്ങൾക്കും വീഴ്ച വരുന്ന രീതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ താമസിക്കുന്ന പഞ്ചായത്താണ്, ഞാൻ പ്രസിഡന്റായിരുന്ന പഞ്ചായത്താണ്, അതുകൊണ്ടാണ് അത് എടുത്തു പറയാൻ കാരണം. പിന്നെ ജില്ലാ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധി ഇപ്പോ വർഷങ്ങളോളായിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് ജില്ലാ പഞ്ചായത്തിനകത്തേക്ക് മത്സരിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരോരോരുത്തരും വന്ന സമയത്ത് ധാരാളം വികസന പദ്ധതികൾ നമ്മുടെ ഈ ഡിവിഷന്റെ വികസനത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ മെമ്പർ എന്നുള്ള രീതിയിൽ പരമാവധി അവിടെ നിന്നും ലഭ്യമാക്കാൻ കഴിയുന്ന ഫണ്ട് അവരുടെ നല്ല രീതിയിലുള്ള ഇടപെടൽ മൂലം ലഭ്യമാക്കുകയും നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ തവണത്തെ ജില്ലാ ഡിവിഷൻ മെമ്പർ AK സുബൈർ വളരെ നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനമാണ് നമ്മൾ ഈ ഡിവിഷനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ ഡിവിഷനകത്ത് 3 ഹൈസ്കൂളുകളാണ് ഉള്ളത്. ആ ഹൈസ്കൂളിനകത്ത് ഇപ്പൊ മാറഞ്ചേരി പഞ്ചായത്തിലെ മുക്കാല ഹൈസ്കൂൾ ആയാലും വെളിയങ്കോട് പഞ്ചായത്തിനകത്ത് വെളിയങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ ആയാലും പാലപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ ആയാലും ആ സ്കൂളിനകത്തൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവിടെയുള്ള +2 ബാച്ച് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടം ഈ 3 സ്കൂളിനകത്തും അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിനും ഹൈസ്കൂളിനും ആവശ്യമായ ഓഫീസുകളുടെ ബിൽഡിങ്ങുകൾ അവിടെ നടത്തിയിട്ടുണ്ട്. 3 സ്കൂളിനകത്തും ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ അവർക്ക് ആവശ്യമായ 5 വർഷവും വൈറ്റ് ബോർഡ് അടക്കമുള്ള ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ഫർണിച്ചറുകൾ അടക്കം ഈ 5 വർഷക്കാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പിന്നെ ഈ കുടിവെള്ള പദ്ധതികൾ 2 കുടിവെള്ള പദ്ധതികൾ ഏകദേശം 1750 പേർക്ക് ഉപയോഗമാവുന്ന രീതിയിൽ അയിരൂർ പ്രദേശത്തും മാറഞ്ചേരി പ്രദേശത്തുമായി 2 കുടിവെള്ള പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകദേശം 5ഓളം അംഗനവാടികൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കൾവർട്ടുകള്, VCBകൾ, നമുക്കറിയാലോ VCBകളുടെ ഒരു പ്രയോജനം എന്ന് പറയുമ്പോൾ ഈ കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയത്ത് പുളിവെള്ളം കയറി കൃഷിനാശം ഉണ്ടാവുന്ന സമയം, ആ സമയത്ത് ഏറ്റവും ഉപയോഗ്യമാവുന്ന രീതിയിൽ VCBകളുടെ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. പിന്നെ തോടുകളുടെ മുക്കിലറ, അതേപോലെ ഒരു 3 സ്ഥലങ്ങളിൽ ഈ തോടുകളുടെ ഒരു പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ 5 SC കോളനികളിലും നല്ല രീതിയിൽ സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് അവരുടെ മണ്ണൊലിപ്പ് തടയുന്നതിനും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഈ അവരുടെ ഭൂമി സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായ റോഡ് സൗകര്യത്തോടെ 5 SC കോളനികളിലും അവർക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവർ നടത്തിയിട്ടുണ്ട്. ഹൈമാക്സ് ലൈറ്റുകളുണ്ട്. അതുപോലെ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ പെൺകുട്ടികളുടെ അവരുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വെൻഡിങ് മെഷീൻസ്,
കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ ഡിവിഷനകത്ത് ഈ AK സുബൈർ എന്ന് പറയുന്ന ജില്ലാ ഡിവിഷൻ മെമ്പർ നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടാതെ MLA-യുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ മാറഞ്ചേരി പഞ്ചായത്തിനകത്തും വെളിയങ്കോട് പഞ്ചായത്തിനകത്തും പെരുമ്പടപ്പ് പഞ്ചായത്തിനകത്തും ഒക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ കോൾ കൃഷി മേഖല നമ്മളെ കേരളത്തിലെ രണ്ടാമത്തെ ഒരു കോൾ കൃഷി മേഖല എന്ന് പറയപ്പെടുന്ന ഭാഗമാണ് പൊന്നാനിയുമായി ബന്ധപ്പെട്ട ഈ കോൾ മേഖല. ആ കോൾ മേഖലക്കകത്ത് ഗവൺമെന്റുമായി ഇടപെട്ടുകൊണ്ട് ഒട്ടേറെ പദ്ധതികളാണ് ഈ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ അവിടെ ബണ്ട് 2 പ്രാവശ്യം ബണ്ട് അവിടെ പൊട്ടുകയും പാവപ്പെട്ട കർഷകര് വിള ഇറക്കിയ സമയത്ത് വലിയ പ്രയാസം നേരിടുകയും അവര് ഞാറിട്ട അത് മുഴുവൻ ഒലിച്ചു പോയി അവർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇടപെടുകയും 2 ദിവസത്തിനു ഉള്ളിൽ തന്നെ അവർക്ക് ആവശ്യമായ വിത്തുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അതുപോലെ താഴെ ത്രിതല പഞ്ചായത്ത് സമിതികളും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും അനുകൂലമായി മാറിയിട്ടുണ്ട്. തീർച്ചയായും ഈ എലക്ഷൻ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഒട്ടേറെ വികസന പദ്ധതികളുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പല വിഷയങ്ങളും ഈ ജില്ലാ ഡിവിഷനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിൽ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. നല്ല രീതിയിൽ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ടേമുകളിലായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒട്ടേറെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വിഹിതം എന്നുള്ള രീതിയിൽ പൊന്നാനി മണ്ഡലത്തിനകത്തും ഒട്ടേറെ വികസന പദ്ധതികൾ നമ്മുടെ MLA ശ്രീ നന്ദേട്ടന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൊതുവിതരണ രംഗത്തും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ നൂതനങ്ങളായ ഒട്ടേറെ പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉടനീളം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു ശ്മശാനവുമായി ബന്ധപ്പെട്ട കാര്യം പ്രിയപ്പെട്ട നമ്മുടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ രോഹിത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്താണ് ഒരു ശ്മശാനം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് ജില്ലാ പഞ്ചായത്തിനകത്ത് ഏകദേശം 5ഓളം ശ്മശാനങ്ങളാണ് വിവിധ പ്രദേശങ്ങളായിട്ട് കോസ്റ്റ് ഫോർഡിനെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഈ മെമ്പറായിരിക്കുന്ന സമയത്ത് യഥാസമയം ഈ കോസ്റ്റ് ഫോർഡിന്റെ പ്രവർത്തനം അവിടെ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും അവസാന സമയങ്ങളിൽ നിരന്തര മീറ്റിങ്ങുകളുമായി അത് മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീടാണ് സമീറ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വന്നത്. അവരും ഈ കോസ്റ്റ് ഫോർഡുമായി സഹകരിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും നമ്മുടെ ജില്ലാ പഞ്ചായത്തിനകത്ത് മറ്റു സ്ഥലങ്ങളിലും ഈ കോസ്റ്റ് ഫോർഡ് യഥാസമയം ഈ ശ്മശാനത്തിന്റെ പൂർത്തീകരണം നടത്തിയില്ല. പിന്നീട് വന്ന സുബൈറിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും ഇവരുമായി സംസാരിക്കുകയും ഇപ്പോൾ യഥാസമയം ആ ശ്മശാനം പൂർത്തീകരിച്ച് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ പെരുമ്പടപ്പ് പഞ്ചായത്തിലും ഇതേപോലെയുള്ള ശ്മശാനം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. ഇപ്പോ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് അത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവിടെ അതിനൊരു കെയർ ടേക്കറെയും അവര് വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായ പരിശീലനം ലഭ്യമാകാത്തത് കൊണ്ടൊന്നു മാത്രമാണ് അവിടെ ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരമുള്ള ഇതിന്റെ പ്രവർത്തനം നടക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തല്. ജില്ലാ പഞ്ചായത്തുമായിട്ട് അതിന് ഇപ്പോ യാതൊരു ബന്ധവുമില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലല്ല ശ്മശാനത്തിന്റെ പ്രവർത്തനം നടത്തേണ്ടത്. അത് ഒരു മേലെയുള്ള ഒരു ഭരണസമിതി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവര് നൽകി അത് പഞ്ചായത്തിന് കൈമാറിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ പ്രവർത്തനം നടത്തേണ്ടത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ ഇനി വരുന്ന ഭരണസമിതി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കൂടാതെ 1-2 കാര്യങ്ങളും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ
ഒട്ടേറെ വികസന സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ. മാട്ടുമ്മൽ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമ്മൽ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം ആ പ്രദേശത്ത് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ കോൾ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ സ്കീമുകൾ നമ്മുടെ പ്രദേശത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. സ്കൂളുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവർക്ക് ആവശ്യമായ, ഇപ്പോൾ നമുക്കറിയാലോ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെ ഒരു ചെറിയ മിനി തിയേറ്റർ പോലെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ് നമ്മുടെ സ്കൂളിനകത്ത്. അങ്ങനെയുള്ള കുറേ സ്കീംസ് നമുക്ക് ഈ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടും ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ടും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.